പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ നന്ദേട്ട, നമസ്തേ, സ്വാഗതം. അഭിമാനത്തിന്റെ നിമിഷമാണ്. ഏത് നിമിഷം വേണമെങ്കിലും ബഹിരാകാശത്തു നിന്ന് ആ വാർത്ത എത്താം. രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ സംഗമിക്കുന്ന ആ ഡോക്കിംഗ് എക്സസൈസ് ഒരുപക്ഷെ നിമിഷങ്ങൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ മാത്രം അകലെ. ഈ ദിനത്തിൽ തന്നെ അത് സംഭവിക്കട്ടെ. ഇന്ന് വിവേകാനന്ദ ജയന്തി ദിനത്തിൽ അങ്ങയോട് ആദ്യമായി ചോദിക്കാനുള്ളത്, ഇന്ന് ഭാരതത്തിന്, ലോകത്തിന് ആരാണ് സ്വാമി വിവേകാനന്ദൻ? സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിനും ലോകത്തിനും ഒരുപോലെ പ്രതീക്ഷയുടെ ഒരു വലിയ പ്രതീകമാണ്. എല്ലാ ഭാഗത്തും നിരാശയും ഭീരുത്വവും സദാചാരരാഹിത്യവുമൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ കരുത്തിൻ്റെ, ശക്തിയുടെ, പ്രതീക്ഷയുടെ, പ്രകാശത്തിൻ്റെ പ്രതിരൂപമായി സ്വാമി വിവേകാനന്ദൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഓരോ വ്യക്തിയും അമൃതത്വത്തിൻ്റെ, അമരത്വത്തിൻ്റെ കിടാങ്ങളാണ് എന്ന സന്ദേശം അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ അദമ്യമായ, ഉജ്ജ്വലമായ കരുത്തിനെ തിരിച്ചറിയുക. ബ്രഹ്മരൂപികളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരും പാപികളല്ല, ബ്രഹ്മരൂപികളാണ്, അമൃതത്വത്തിൻ്റെ മക്കളാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് ലോക യുവതയോട് സന്ദേശം നൽകിയ മഹാനുഭാവനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഉപനിഷത്ത് ഉക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും പറയാറുണ്ടായിരുന്നത്, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്ന സന്ദേശം അഭി 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 എന്നാൽ അഭയം, ഭയമില്ലായ്മ, ഭയമില്ലാത്ത, ഭയരാഹിത്യത്തിൻ്റെ ഒരു നല്ല നാളെയിലേക്ക് നിങ്ങൾക്ക് കുതിച്ചുയരുവാൻ സാധിക്കണം. നിങ്ങളിലാണ്, യുവത്വത്തിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ആളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. യുവത്വത്തെ ഒരിക്കലും അദ്ദേഹം പഴിച്ചിട്ടേയില്ല. ഒരുപക്ഷെ പാശ്ചാത്യ ചിന്തയിലൊക്കെ ബെർണാഡ് ഷായെ പോലുള്ള ആൾക്കാർ പറയുകയുണ്ടായിട്ടുണ്ട്, യൂത്ത് ഈസ് വേസ്റ്റഡ് ഓൺ യങ് എന്ന്. എന്നാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, യുവത്വത്തിലാണ് എനിക്ക് എൻ്റെ പ്രതീക്ഷ കുടികൊള്ളുന്നത്. ആ നിലയ്ക്കാണ് ഞാൻ സൂചിപ്പിച്ചത്, പ്രതീക്ഷയുടെ, ശക്തിയുടെ, പ്രകാശത്തിൻ്റെ പ്രതിരൂപമാണ് സ്വാമി വിവേകാനന്ദൻ മുഴുവൻ ലോകത്തിനും. ശ്രീ നന്ദകുമാർ, രാഷ്ട്ര പുനർനിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ ഭരണതലത്തിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ യുവാക്കൾ അവരുടേതായ പങ്ക് വഹിക്കണം, അല്ലെങ്കിൽ യുവാക്കൾക്കാണ് അവരുടെ പങ്ക് വഹിക്കാൻ സാധിക്കുക എന്ന് കാലങ്ങൾക്ക് മുൻപ് തന്നെ വിവേകാനന്ദൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്നത്തെ ലോകം നേരിടുന്ന, യുവജനത നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും, അത് കാലങ്ങൾക്ക് മുൻപേ തന്നെ വിവേകാനന്ദൻ പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകവും പ്രസക്തിയും വിവേകാനന്ദൻ്റെ വാക്കുകളിലൂടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സ്വാമി വിവേകാനന്ദൻ മുഴുവൻ ലോകത്തോടും, വിശേഷിച്ച് യുവാക്കളോടും പറഞ്ഞ ആ വസ്തുത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വസ്തുത, കരുത്തുള്ള ഒരു ശരീരത്തിലെ കരുത്തുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ചുറ്റുപാടും കാണുന്ന ഇരുട്ടിൻ്റെയും പ്രശ്നങ്ങളുടെയും വൈഷമ്യങ്ങളുടെയും നൈരാശ്യത്തിൻ്റെയും ഒക്കെ കാരണം സ്വയം ദുർബലരായി പോകുന്നതാണ്. ആ ദൗർബല്യം ആരംഭിക്കുന്നത് ശാരീരിക ദൗർബല്യത്തോടു കൂടി തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ ചെറുപ്പകാലം മുതലേ തന്നെ ആ കരുത്തിൻ്റെ, ശക്തിയുടെ ഉപാസകനായിരുന്നു. ശക്തിയുടെ ഉപാസകൻ എന്ന നിലയിൽ എപ്പോഴും അദ്ദേഹം കൊടുത്തിരുന്ന സന്ദേശം, നമ്മൾ എല്ലാ തരത്തിലും ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. മനസ്സിൻ്റെ പ്രഫുല്ലാവസ്ഥ, മനസ്സിൻ്റെ ചൈതന്യം, അത് ശരീരത്തിൻ്റെ കരുത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ വസ്തുതയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഭാരതത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെയും ശക്തിയുടെ ഉപാസകരായി മാറിയത്. ആ കാലഘട്ടം, അദ്ദേഹം ഈ ഉദ്ബോധനങ്ങൾ നടത്തുന്ന ആ കാലഘട്ടം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ പ്രേരണ, സ്വാമി വിവേകാനന്ദൻ്റെ അത്യുജ്വലമായ പ്രേരണ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളൊക്കെയും ഉൾക്കൊള്ളുന്നതും നമുക്ക് കാണാം. അതുകൊണ്ടാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ തുടങ്ങി മിതവാദികൾ വരെ ഒരുപോലെ സ്വാമി വിവേകാനന്ദനിൽ പ്രേരണ ഉൾക്കൊള്ളുകയും പ്രേരണ കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്തു.
ഈ ശക്തിയുടെ ഉപാസകൻ കേവലം ശാരീരിക ശക്തിയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കടന്ന് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും ശക്തിയുടെ തലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വ്യാപിപ്പിച്ചു, വീണ്ടും തിരികെ കൊണ്ടുവന്നു. ആ ഔപനിഷദിക ഉക്തി, ഉപനിഷത്തിലും മറ്റും പറയുന്ന ആ സന്ദേശം ആധുനിക കാലത്ത് സ്വാമി വിവേകാനന്ദൻ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ശാരീരിക ശേഷി, മനസ്സിൻ്റെ ശക്തി, ബുദ്ധിയുടെ സൂക്ഷ്മത, ആത്മാവിൻ്റെ ഉയർന്ന അവസ്ഥ, ഈ നാലിനും വേണ്ടിയിട്ടുള്ള യോഗ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയുണ്ടായി. അതുതന്നെയാണ് ഇന്നത്തെ കാലത്തും ഏറ്റവും പ്രസക്തമായിട്ടുള്ള സന്ദേശം. ശ്രീ ജെ നന്ദകുമാർ, വളരെ വ്യത്യസ്തരായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി ഒന്ന്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുരുവും തമ്മിലുള്ള ബന്ധത്തിനൊരു പ്രത്യേകത. ഗുരു പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ പറയുന്നത്, മുകളിൽ നിന്നൊരാൾ പറയുന്നത് അത് പഞ്ചപുച്ഛം അടക്കി അങ്ങ് സ്വീകരിക്കുക, അനുസരിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പോയി ചോദിക്കുന്നു, ദൈവം ദൈവം എന്ന് അങ്ങ് പറയുന്നു. ഗുരു, എവിടെയാണ് ദൈവം, എന്താണ് തെളിവ്? ഈ ചോദ്യം ചെയ്യാനുള്ളൊരു മനസ്സ്, ആർജവത്തോടുകൂടി, ഗുരുത്വദോഷം ഇല്ലാതെ, ഗുരുവിനെ അപമാനിക്കാതെ, തികഞ്ഞ ബഹുമാനത്തോടു കൂടി എന്താണ് തെളിവ് എന്ന് ചോദിക്കാൻ കാണിക്കുന്ന ആ ഒരു ആർജവം, അതും നമുക്ക് ഊർജം പകരേണ്ടതല്ലേ? ഇന്നത്തെ യുവത്വത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ്. ഒറ്റയ്ക്കാണെങ്കിലും, ഇന്ന് ഒരു കൂട്ടമാണെങ്കിൽ ചോദ്യം ചെയ്യലൊക്കെ നടത്തുന്നുണ്ട്, അത് നമ്മൾ തെരുവിലൊക്കെ കാണുന്നുണ്ട്. വലിയൊരു കൂട്ടമായി വന്നിട്ട് നിസ്സഹായരായിട്ടുള്ള ജനങ്ങളെ ആക്രമിക്കുന്ന കൂട്ടങ്ങളെ കാണാറുണ്ട്. അങ്ങനെ കൂട്ടമാകുമ്പോഴല്ല, ഒറ്റയ്ക്കൊരു സിംഹത്തെ പോലെ ഏതൊരു വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്തുണ്ടാവുക, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നരേന്ദ്രൻ പിന്നീട് സ്വാമി വിവേകാനന്ദൻ ആകുന്നതിന് മുമ്പ് ഒരു ഭൗതിക വിദ്യാർത്ഥിയായിരുന്നു, ഭൗതികശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും യുക്തിയുടെ മാർഗത്തിലൂടെയാണ് കാര്യങ്ങളെ നിശ്ചയിച്ചിരുന്നത്, മനസ്സിലാക്കിയിരുന്നത്. ഈശ്വരനെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അനേകം ഗുരുക്കന്മാരുടെ സവിധത്തിലേക്ക് പോയിക്കൊണ്ടുള്ളതായിരുന്നു. അനേകം ഗുരുക്കന്മാരെ അദ്ദേഹം കണ്ടിരുന്നു. എല്ലാവരെയും കണ്ട കൂട്ടത്തിൽ ഓരോ മഹർഷിയെയും സന്യാസിയെയും ഒക്കെ കണ്ട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവര് ഈശ്വരൻ ഉണ്ടെന്ന് പറയാനല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്ന് അതിന് തെളിവ് ഹാജരാക്കാനുള്ള കരുത്തുള്ളവരായിരുന്നില്ല പലരും. അവസാനം മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിനെ കണ്ടു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛൻ ആ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോറിനോടും ഇതേ ചോദ്യം ചോദിച്ചു. അദ്ദേഹവും പറഞ്ഞു ഉണ്ട്. പിന്നീട് ടാഗോർ പറഞ്ഞത്, മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്, മോനെ, നിന്റെ കണ്ണുകൾ അത്യുജ്വലങ്ങളാണ്, ഇത് കാണാൻ പോകുന്ന കണ്ണാണ് നിനക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീടാണ് ഒരിക്കൽ ക്ലാസ്സിൽ വെച്ചിട്ട് ട്രാൻസ് എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ചുള്ള ചർച്ച ഇംഗ്ലീഷ് അധ്യാപകൻ നടത്തുമ്പോൾ, ട്രാൻസ് അതീന്ദ്രിയാവസ്ഥ എന്നൊരവസ്ഥയുണ്ടോ, പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തൊരു അനുഭൂതിയുടെ അനുഭവത്തിൻ്റെ ഒരു മേഖലയുണ്ടോ എന്ന നരേന്ദ്രന്റെ ചോദ്യം, അധ്യാപകനോടുള്ള ചോദ്യം. ആ അധ്യാപകൻ പറഞ്ഞു, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അത് നിനക്ക് മനസ്സിലാക്കിച്ചു തരാൻ പോകുന്ന ഒരു വ്യക്തിത്വം ഈ കൽക്കത്ത മഹാനഗരത്തിൽ തന്നെ ഉണ്ട്, അവിടെ പോയി കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്വാമിജി രാമകൃഷ്ണ പരമഹംസരെ കാണുന്നതും. കണ്ട മാത്രയിൽ തന്നെ ഈ ചോദ്യങ്ങളുടെ ശരങ്ങൾ പരമഹംസരുടെ നേർക്ക് ഉതിർക്കുന്നു. പരമഹംസർ വാത്സല്യത്തോട് പറഞ്ഞു, ഉണ്ട് മകനെ, ഈശ്വരനുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നായി ചോദ്യം. കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിന്നെ കാണുന്നതിൽ വ്യക്തമായി ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഈശ്വരനെ. അടുത്ത ചോദ്യമായി, അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായില്ല, എന്നെ കാണിച്ചു തരാമോ, അതാണ് അദ്ദേഹം തെളിവ് എന്ന് പ്രദീപൻ ചോദിച്ചത്, കാണിച്ചു തരാമോ എന്ന്. അപ്പോഴാണത് ആ അത്യത്ഭുതകരമായ കാര്യം സംഭവിച്ചത്. രാമകൃഷ്ണ പരമഹംസർ തൻ്റെ തർജനി നരേന്ദ്രന്റെ താഴെ ഇരുന്നിരുന്ന നരേന്ദ്രന്റെ ഭ്രൂമധ്യത്തിലേക്ക് അടുപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ സ്പർശന മാത്രയിൽ തന്നെ ഗോളഗോളാന്തരങ്ങളെ കടന്നു കറങ്ങിത്തിരിയുന്ന അനേകായിരം സൗരഗോളങ്ങളുടെ ഇടയിലൂടെ താൻ സഞ്ചരിക്കുന്നതായും അത്ഭുതകരവും വിശ്വസിക്കാനാവാത്തതുമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നതും ആത്മാവിൻ്റെ ഉണർച്ചയാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്,
ആ നിലയ്ക്ക് അന്വേഷിക്കാനും അന്വേഷിച്ചുത്തരം കണ്ടെത്താനും അത്തരം ഒരു ഉത്തരം കൊടുക്കാനും പോന്ന ഒരു പാരമ്പര്യമായിരുന്നു, ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നു അവിടെ ഉണ്ടായത്. നരേന്ദ്രൻ വിവേകാനന്ദനായതിനു ശേഷവും ഗുരുവിനെ എന്നല്ല ആരെയും പരീക്ഷിച്ചറിയാനുള്ള ആ ശ്രമം അവസാനിപ്പിച്ചില്ല. പിന്നെയും രാമകൃഷ്ണ പരമഹംസരെ അന്ത്യകാലത്തോളം അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഈ പറയുന്നത് സത്യമാണോ എന്നറിയാൻ. ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, പരമഹംസർക്ക് ധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സ്പർശിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല, പണം. അതറിയാൻ വേണ്ടി ഒരിക്കലും ഒരു നാണയം രാമകൃഷ്ണ പരമഹംസരുടെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച കഥ പോലും ഉണ്ട്. എന്നിട്ട് ഒളിച്ചു നോക്കി നിന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ. പരമഹംസർ അറിയാതെ വന്നിട്ട് ആ കട്ടിലിൽ കിടന്നു. ഈ നാണയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കട്ടിലിന്റെ പായയുടെ മുകളിൽ കിടന്ന മാത്രയിൽ ഒരു തീക്കനലിൽ കിടന്ന ഇതുപോലെ പരമഹംസർ പിടഞ്ഞെഴുന്നേറ്റു എന്നാ പറയുന്നത്. പിന്നീട് അവിടെ എവിടെയെല്ലാം പരതിയപ്പോ ഈ നാണയം കണ്ടെത്തി. ഇങ്ങനെ അനേകം പരീക്ഷണങ്ങൾ. ഇതാണ് ഒരു ഭാരതീയ യുവത്വം എന്ന് പറയുന്നത്. ഇതിനെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നചികേതസിന്റെ ശക്തിയും ഭയരാഹിത്യവും നിങ്ങൾക്കുണ്ടാവണം. നചികേതസ് ചെന്ന് ചോദ്യം ചോദിച്ചത് സാക്ഷാൽ മരണത്തോടാണ്, അല്ലെങ്കിൽ മരണദേവനോടാണ്, യമധർമ്മരാജാവിനോടാണ്. ആ യമധർമ്മനോട് ചോദ്യം ചോദിക്കാൻ പോകുന്ന മരണവക്ത്രത്തിലേക്ക് ചെന്നും സത്യം തേടാനുള്ള കരുത്തും ധീരതയും നിങ്ങൾ ആർജിക്കൂ എന്ന സ്വാമിജി പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ആ പ്രസിദ്ധമായ കവിതയിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വർഷിപ്പ് ദ ടെറിബിൾ, ഏറ്റവും ഭീകരമായതിനെ ആരാധിക്കൂ. എന്താ പ്രശ്നം? വർഷിപ്പ് ദ ഡെത്ത്, ഡാൻസ് വിത്ത് ദ ഡെത്ത്, ഡാൻസ് വിത്ത് ദ ഡിസ്ട്രക്ഷൻ. ആ പ്രളയത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനോടൊപ്പം ആനന്ദ നൃത്തമാടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരണം. ഇതാണ് നമ്മുടെ ഭാരതീയ വിദ്യാസമ്പ്രദായം, ഭാരതത്തിന്റെ പാരമ്പര്യം അതുതന്നെയാണ്. ഇത് നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം, എല്ലാ ഉപനിഷത്തുകളിലും കാണാം, വിവേകാനന്ദന്റെ ഉപദേശങ്ങളിലും അദ്ദേഹത്തിന്റെ സ്വജീവിതത്തിലും ഈ ഉപാസന നമുക്ക് കാണാം. നന്ദേട്ടൻ, ഇന്ന് നാം പലവിധ ഉദ്യമങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നവബുദ്ധിജീവികളുടെ പല ഉദ്ഘോഷണങ്ങൾ കാണുന്നു സ്ത്രീകളെ ഉദ്ധരിക്കാൻ. അദ്ദേഹത്തോട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിരുന്നു. അന്നത്തെ ഒരു നവഭാരത ബുദ്ധിജീവി ചെന്ന് ചോദിച്ചു, എനിക്ക് സ്ത്രീകളെ ഉദ്ധരിക്കണം, നവോത്ഥാനത്തിലേക്ക് നയിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് പറഞ്ഞതാണ്, അങ്ങേക്ക് അറിയാവുന്നതാണ്, അവരെ വെറുതെ വിടുക, അവർ സ്വയം ഉദ്ധരിച്ചോളും, അവർക്കറിയാം, ജസ്റ്റ് ഗിവ് ദം സ്പേസ് എന്നുള്ള. ഏത് കാലത്താണ്, ഏത് നൂറ്റാണ്ടിലാണ് ഇന്ന് ഏറ്റവും പ്രസക്തമാകുന്ന വെറുതെ അവരുടെ പുറകെ പോയി അവരെ നന്നാക്കാൻ ശ്രമിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം. നന്ദേട്ടൻ, കാലദേശത്തിനൊക്കെ അതീതം എന്ന് പറയുന്ന ഈ ഓരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും അല്ലേ? ഇത് സത്യമാണ് ഈ പറഞ്ഞത്. അതായത് സ്ത്രീകൾ വളരെയേറെ കഷ്ടത അനുഭവിക്കുന്നു, സ്ത്രീകൾ അവഗണന നേരിടുന്നു. ഈ അവസ്ഥയിൽ സ്ത്രീകൾ ശക്തരാവേണ്ടതല്ലേ? അവരെ ശാക്തീകരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ? അങ്ങയുടെ ഉപദേശം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ആ മാന്യനോട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ്. ഇത് നിന്റെ ജോലിയല്ല, അത് അവർ ചെയ്തോളൂ, അവർക്കതിനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ പുരുഷന്മാരുടെ ജോലിയല്ല അത്. അതിനപ്പുറത്തേക്ക് കടന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഭാരതത്തിന്റെ പാരമ്പര്യം തന്നെ ഒരു മാതൃകേന്ദ്രിതമായ സമൂഹമാണ് എന്നതാണ്. ഇത് പുരുഷ കേന്ദ്രിതമായിട്ടുള്ളതല്ല, അതായത് സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ ഭാരതത്തിന്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടായിരുന്നത്, ഈ ശിവന് പോലും ശിവത്വവും ശക്തിയും കൈവരുന്നത് ശവത്തിൽ ഇകാരം ചേരുമ്പോഴാണ്, അതല്ലെങ്കിൽ സ്ത്രീയുടെ സാമീപ്യം ഉണ്ടാവുമ്പോഴാണ്. സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ തുടങ്ങുന്നത് തന്നെ ശിവശക്തിയായുക്തോ എന്ന് പറഞ്ഞിട്ടാണ്. ശിവനും ശക്തിയും ചേരുമ്പോൾ ഈ ശക്തിയുടെ സ്പർശമില്ലെങ്കിൽ, അതായത് സ്ത്രീയുടെ, അമ്മയുടെ ആ സ്പർശനമില്ലെങ്കിൽ, സാമീപ്യമില്ല എങ്കിൽ ശിവന് പോലും ചലിക്കാനാവില്ല, ത്രിമൂർത്തികൾക്കും ചലിക്കാനാവില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇതൊന്നും അറിയാതെയാണ് ആ മാന്യൻ വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞ് നമ്മൾ പുരുഷന്മാരെ ചേർന്ന് അവരെ സംഘടിപ്പിക്കേണ്ടതല്ലേ എന്ന്. അവർക്കതിനുള്ള ശക്തിയുണ്ട്, അവർക്കതിന് കഴിയുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വൃത്തികെട്ട മൂക്ക് അവിടെ കൊണ്ടിടാതിരുന്നാൽ മതി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് ഭാരതത്തിൻ്റെ ആ മഹത്തരമായ
സങ്കല്പത്തെ കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ ഉയർത്തിപ്പിടിക്കുന്നത്. അത്തരം ശക്തമായ മറുപടിയിലൂടെ ഒരു തരത്തിൽ ഭാരതീയ പുരുഷ വർഗത്തെ കൂടി അദ്ദേഹം ഉണർത്തുകയാണ് ചെയ്തത്. സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ചും ഭാരതത്തിൻ്റെ ദർശനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെ കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അത് അദ്ദേഹം ചെയ്തത്. ഇന്നത്തെ കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നവ ബുദ്ധിജീവി വർഗം അവരെല്ലാം ഒരു പാശ്ചാത്യ കണ്ണിലൂടെയാണ് നോക്കുന്നത്, പാശ്ചാത്യ ചട്ടക്കൂടിലൂടെയാണ് എന്തിനേയും സമീപിക്കുന്നത്. അവിടെ എല്ലാ കാലത്തും പുരുഷ മേധാവിത്വമായിരുന്നു. സ്ത്രീക്ക് ആത്മാവുണ്ടെന്ന് പോലും സമ്മതിക്കാൻ എത്രയോ കാലമെടുത്തു പാശ്ചാത്യ സമൂഹം. പുരോഗമിച്ച ഏറ്റവും ഉന്നതമെന്ന് സ്വയം അഭിമാനിക്കുന്ന പാശ്ചാത്യ സമൂഹം സ്ത്രീകൾക്ക് ആത്മാവുണ്ടെന്ന് സമ്മതിക്കാൻ എത്രയെത്ര ചർച്ചകൾ നടത്തേണ്ടി വന്നു. വോട്ടവകാശം പുരുഷന്മാർക്ക് മാത്രമായിരുന്ന ഒരു നാടാണ് അത്. പക്ഷേ നമുക്കറിയാം, ഇവിടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ മാത്രയിൽ ഒരു സ്ത്രീക്കും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് വോട്ടവകാശം വേണമെന്ന്. കാരണം നമ്മുടെ രക്തത്തിൽ ആ സ്ത്രീ പുരുഷ സമത്വം, അല്ലെങ്കിൽ പുരുഷനിലും ഒരല്പം കൂടി ഉയർന്ന സ്ഥാനം സ്ത്രീകൾക്കുള്ള ഒരു പാരമ്പര്യം ഇത് വേദത്തിലും ഒക്കെ കാണാമല്ലോ. ഇത് വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സ്ത്രീയെ കുറിച്ചുള്ള മഹിളകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെയും ഈ വസ്തുത ഉയർന്നു നിൽക്കുന്നത് കാണാം. ഇത് ഭാരതത്തിൻ്റെ പാരമ്പര്യം, അതിനെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ആധുനിക കാലത്തിന് ഗുണകരവും മനസ്സിലാക്കാൻ ഉതകുന്നതുമായ ഭാഷയിൽ സ്വാമി വിവേകാനന്ദൻ അവതരിപ്പിച്ചു എന്നതാണ് മഹത്വം. അതെ, ശ്രീ ജയനന്ദകുമാർ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ, അതോടൊപ്പം ഭയരഹിതമായ പ്രബോധനങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ യുവജനതയുടെ മനസ്സിനെ കീഴടക്കിയത്, ഭാരതത്തെ ഒന്നാകെ കീഴടക്കിയത്. അദ്ദേഹം അതിലുപരി ഏറ്റവും കൂടുതൽ മൂല്യം നൽകിയത് വിദ്യാഭ്യാസത്തിനായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, എല്ലാവരും വിദ്യാഭ്യാസം ആർജിക്കുക, അതോടുകൂടി ഒരു സമൂഹത്തിന് ഏതു രീതിയിലുള്ള പരിവർത്തനം ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വിഭാവനം തന്നെയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിൻ്റെ മാറ്റം ആഗ്രഹിച്ചത്? നന്മ തിന്മകൾ തിരിച്ചറിയാൻ ഉതകുന്ന ഒരു മനസ്സിനെ പ്രാപ്തമാക്കുക എന്നത് തന്നെയായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ലക്ഷ്യം. സ്വാമിജിയുടെ വിദ്യാഭ്യാസ സംബന്ധിയായ സങ്കല്പത്തിലായാലും മത ആധ്യാത്മിക സംബന്ധമായ കാഴ്ചപ്പാടിലൊക്കെയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദർശനം, അത് അടിസ്ഥാനപരമായി ഭാരതീയ കാഴ്ചപ്പാടാണ്, ഹൈന്ദവ കാഴ്ചപ്പാടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആയിരക്കണക്കിന് കാരണങ്ങൾ കൊണ്ട്, 1000 കാരണങ്ങളെ കൊണ്ട് ഈ കാഴ്ചപ്പാടിനും അങ്ങനെ ഏറ്റുപോയി. അതായത് വിദ്യാഭ്യാസം എന്താ എന്ന ചോദ്യത്തിന് സ്വാമി വിവേകാനന്ദൻ നൽകുന്ന ഉത്തരം, നമുക്ക് സ്വതവേ ഉള്ള പൂർണ്ണതയുടെ പുറത്തുവരലാണ് വിദ്യാഭ്യാസം. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്നത് പുറത്തുനിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കുട്ടിയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതല്ല. ഉള്ളിലുണ്ട് ആ പൂർണ്ണത. ആ പൂർണ്ണതയെ തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസം. ഇതേപോലെ തന്നെയുള്ള ഒന്നാണ് മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ആ ദിവ്യത്വമുണ്ട്. ആ ദിവ്യത്വത്തെ, ഈശ്വരീയതയെ ആവിഷ്കരിക്കലാണ് മതവും ആരാധനയും എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് വയ്ക്കുന്നതോടൊപ്പം തന്നെ അതികഠിനമായ ഭാഷയിൽ നിലവിലുണ്ടായിരുന്ന പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുന്നത്, ഒരു കുട്ടി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ആദ്യം പഠിക്കുന്നത് അച്ഛൻ വിഡ്ഢിയാണ് എന്നാണ്. താൻ വിഡ്ഢി, അച്ഛൻ പമ്പര വിഡ്ഢി, അച്ഛൻ്റെ അച്ഛൻ ഒരു തരത്തിൽ കോവർ കഴുതയാണ് എന്ന മട്ടിലുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത്. ഈ പറച്ചിലിൻ്റെ ഉള്ളിലുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആദ്യം സ്വാമിജി പറഞ്ഞ ദിവ്യത്വം, പൂർണ്ണത എന്നൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ അപൂർണനാണ് എന്നൊക്കെയുള്ള വിദ്യയാണ് നൽകുന്നത്. അതിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഞാനൊരു വിഡ്ഢിയാണ്, ഈ വിഡ്ഢിയായ എന്നെ ബുദ്ധിമാനാക്കാനാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നമ്മൾ പല കാലങ്ങളായി തുടർന്നു പോരുന്നതും അതേ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. പക്ഷെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞിട്ടാണ്. അമൃതത്വത്തിൻ്റെ കിടാങ്ങളാണ്. അത് തിരിച്ചറിയാനാണ്
വിദ്യ എന്നതാണ്. ഇപ്പോൾ താൻ വിഡ്ഢിയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്വാമിജി പരിഹാസ രൂപേണ പറയുന്നു നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യവും മോശമാണ് എന്ന തരത്തിലുള്ള വിദ്യയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യ നേടി പുറത്തു വരുന്ന ഒരു കുട്ടി ഒരു തരത്തിൽ പറഞ്ഞാൽ കാണാതെ പഠിച്ചത് ചിലത് അർത്ഥമറിയാതെ ഉരുവിടുന്ന ഒരു മാംസപിണ്ഡമായി പുറത്തു വരുന്നു. ഒരു തെളിച്ചമില്ലാത്ത, ചൈതന്യമില്ലാത്ത, ജീവിതത്തിന്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത ആളായിട്ട് വരുന്നു. അതുകൊണ്ട് നിലവിലുള്ള ഈ പാശ്ചാത്യ അനുകരണത്തെ മാറ്റി ഭാരതീയതയുടെ ആധാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം വേണം എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്ഥാപിച്ച മഠത്തിൽ, മിഷനിൽ, രാമകൃഷ്ണ മിഷന്റെ ഒക്കെ നേതൃത്വത്തിൽ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിന്റെ മഹത്വത്തിനു വേണ്ടി സ്വയം നിവേദിക്കപ്പെട്ട ഭഗിനി നിവേദിത ഈ ആശയത്തെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ മേഖലയിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലേക്ക് ആ അമ്മയും വഴിതിരിച്ചു വിട്ടു. ഇതേപോലെ തന്നെ മുഴുവൻ ഭാരതത്തിലും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക്, നവീനങ്ങളായ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് ഇത് പ്രേരണ നൽകി. ഒരർത്ഥത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച ശാന്തിനികേതന്റെ ഒക്കെ ആ സർവകലാശാലയുടെ ഒക്കെ പ്രേരണ സ്വാമി വിവേകാനന്ദനായിരുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒരു നവോത്ഥാനം, വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു നവോത്ഥാനത്തിന് പോലും സ്വാമിജിയുടെ ഈ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സുസ്പഷ്ടമായ വാണികൾ സഹായകരമായി എന്നതാണ് സത്യം. ശ്രീ ജെ നന്ദകുമാർ, അങ്ങ് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സ്വാമിജിയുടെ ഒരു നിലപാടിലേക്കുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പോൾ അങ്ങ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഡീകോളനൈസേഷൻ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ്. ബ്രിട്ടീഷുകാർ എന്തോ ഒരു വലിയ സൗജന്യം ചെയ്യുന്നത് പോലെ യൂണിയൻ ജാക്ക് താഴ്ത്തിയിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിവിടെ വിടുമ്പോൾ ഭാരതത്തെ സ്വതന്ത്രമാക്കാനും ശക്തമാക്കാനുമുള്ള വാതിലുകൾ തുറന്നിടുകയല്ല ചെയ്തത്. മറിച്ച് അവരുടെ ഫിസിക്കൽ പ്രസൻസ് മാത്രം മാറ്റിയിട്ട് വിദ്യാഭ്യാസം, സംസ്കാരം, ഭാഷ, വേഷം, ഭക്ഷണം, നീതിന്യായ വ്യവസ്ഥയിൽ അടക്കം ആ അടിമത്തത്തിൽ തളച്ചിട്ടിട്ടാണ് പോയത്. അവിടെ നിന്ന് നാം ഇന്ന് ഉണർന്ന് മോചിതരാകാനുള്ള ഇന്നും പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ തുടക്കത്തിൻ്റെ പ്രതീകം കൂടിയല്ലേ സ്വാമി വിവേകാനന്ദ ജയന്തിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും? തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ നമ്മളെ പഠിപ്പിച്ചത് ഈ അന്ധമായ അനുകരണത്തിൻ്റെ, അന്ധമായ ഒരു തരത്തിലുള്ള ഈ പിന്നാലെ പോക്ക്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയാതെ മുന്നിലുള്ളവർ നടക്കുന്ന വഴിയെ പോകുന്ന ഈ അന്ധാനുഗാമിത്വം, അത് ഉപേക്ഷിക്കണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. അതൊരർത്ഥത്തിൽ ഡീകോളനൈസേഷന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം മാത്രമല്ല, ഡീകോളനൈസ്ഡ് മൈൻഡ്സിനെ ഭാരതീയ ശിക്ഷാ പദ്ധതി വിദ്യാഭ്യാസം കൊണ്ട് നിറയ്ക്കുക എന്നതുകൂടിയായിരുന്നു. ജ്ഞാനപാരമ്പര്യം, ഭാരതത്തിൻ്റെതായ ഒരു ജ്ഞാനപാരമ്പര്യമുണ്ട്, അതുകൊണ്ട് നിറയ്ക്കണം. അതിൻ്റെ കാരണം സ്വാമിജി തൻ്റെ പ്രസംഗങ്ങളിലൂടെ ഒക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നത് ഈ പാശ്ചാത്യ സ്വാധീനത്തെ ഒഴിവാക്കുക മാത്രമല്ല, ഒഴിവാക്കൽ എന്ന് പറയുന്നത് ഒരു ഒരു പകുതി കാര്യമേ ആകുന്നുള്ളൂ. അത് പൂർണ്ണമാക്കണം, ആ വാചകം പൂർണ്ണമാക്കണമെങ്കിൽ എന്ത് വേണം? ആ ശൂന്യതയിൽ, പാശ്ചാത്യ സ്വാധീനത്തെ ഒഴിവാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ശൂന്യതയിലേക്ക് സത്യമായതിനെ, കൃത്യമായതിനെ, അതായത് ഭാരതീയ ജ്ഞാനത്തെ നിറയ്ക്കുക കൂടി വേണം. ഇതായിരുന്നു സ്വാമിജിയുടെ ഉപദേശം. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ ഡീകോളനൈസേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പ്രദീപ് സൂചിപ്പിച്ചത് സത്യമാണ്. എല്ലാ മേഖലകളിലും ഇപ്പോഴും പാശ്ചാത്യൻ തന്നെ, അല്ലെങ്കിൽ നമുക്കന്യമായ ചില ചിന്താരീതികൾ തന്നെയാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലായാലും, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലായാലും, ആസൂത്രണത്തിലായാലും, വ്യവസായത്തിലായാലും, കൃഷിയിലായാലും എല്ലായിടത്തും അത് തുടരുകയാണ്. അതിനെ ഒഴിവാക്കണം. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് 2-3 വർഷം മുമ്പ് ചെങ്കോട്ടയിൽ നിന്നുള്ള തൻ്റെ പ്രസംഗത്തിൽ ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത്, വി ഹാവ് ടു ഇറേസ് ദ ലാസ്റ്റ് ട്രേസസ് ഓഫ് സെർവിറ്റ്യൂഡ്. അടിമത്തത്തിൻ്റെ അവശേഷിക്കുന്ന അവസാന കണികകൾ കൂടി നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയണം. അദ്ദേഹം പറഞ്ഞ 5 പ്രതിജ്ഞകൾ, അതിൽ 2ാമത്തെ പ്രതിജ്ഞ അതാണ്,
ആധുനിക നരേന്ദ്രൻ നമ്മുടെ മുമ്പിൽ തന്ന ആ പ്രതിജ്ഞകളിൽ രണ്ടാമത്തെ അതാണ്. ഈ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഈ അടിമത്തത്തിൻ്റെ ശേഷിപ്പുകൾ ഒഴിവാക്കണം, തുടച്ചെറിയണം എന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തെ പ്രതിഷ്ഠിക്കുക കൂടി വേണം, അതിനുള്ള പരിശ്രമം കൂടി നാം ചെയ്യണം എന്ന് തുടർച്ചയായി ആഹ്വാനം ചെയ്തിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ 1897 മടങ്ങി വന്നതിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ കൊളംബോ മുതൽ അൽമോറ വരെ എന്ന പേരിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ ആഹ്വാനം കൃത്യമായി കാണാം. ആ ഒരു വിഷണറി ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വസ്തുത ആവർത്തിച്ച് നമ്മൾ ഈ ഭാരതീയ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുകയും അതിൻ്റെ പോരായ്മകളെ ഒഴിവാക്കിക്കൊണ്ട് ആധുനിക കാലത്ത് എങ്ങനെയാണ് അതിനെ പുനരവതരിപ്പിക്കേണ്ടത്, പുനഃസ്വാംശീകരിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു മുന്നോട്ട് പോകണം എന്നതായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ തുടർച്ചയായ ഉപദേശം. ശ്രീ ജെ നന്ദകുമാർ, അങ്ങ് ആധുനിക നരേന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്നത്തെ നരേന്ദ്രൻ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഗിവ് മീ 100 കമ്മിറ്റഡ് യങ്സ്റ്റേഴ്സ്, 100 അർപ്പണബോധമുള്ള യുവാക്കളെ തരൂ. ഈ രാജ്യത്തിൻ്റെ മുഖഛായ ഞാൻ മാറ്റി കാണിച്ചു തരാമെന്ന്. അന്നത്തെ നരേന്ദ്രന് ലഭിക്കാതിരുന്ന ആ അർപ്പണബോധമുള്ള 100-ന് പകരം ലക്ഷക്കണക്കിന് അർപ്പണബോധമുള്ള യുവാക്കളെ ഇന്നത്തെ നരേന്ദ്രന് ലഭിച്ചെങ്കിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ പുരോഗതിയുടെ, ഉയർച്ചയുടെ, വളർച്ചയുടെ പ്രതീകമായി ഇന്ന് നിൽക്കുന്നുവെങ്കിൽ ആ ഒരു ഭാഗ്യം കിട്ടിയില്ലേ? അതല്ലേ ഇന്ന് വിത്തെടുത്ത് കുത്തുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരു കുടുംബത്തിലെ ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഭാരതത്തിൻ്റെ സാമ്പത്തിക നില, സമ്പദ്ഘടന ഇന്ന് എത്ര ട്രില്യൺ എക്കോണമി ആകണമെന്ന് നാം തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ആ ഭാഗ്യം ആധുനിക നരേന്ദ്രനും ഇന്നത്തെ ഭാരതത്തിനും ലഭിച്ചു എന്ന് വ്യാഖ്യാനിക്കാമോ ശ്രീ നന്ദകുമാർ? തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ നയിക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രൻ, ആ നരേന്ദ്രൻ പ്രേരണ ഉൾക്കൊണ്ടത്, ചെറുപ്പകാലം മുതലേ പ്രേരണ ഉൾക്കൊണ്ടത് നേരത്തെ പറഞ്ഞ ആ നരേന്ദ്രനെയാണ്. സിംഹവിക്രമിയായിരുന്ന, നരകേസരിയായിരുന്ന, യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്ന വിവേകാനന്ദനിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആധുനിക നരേന്ദ്രനായാലും ആധുനിക നരേന്ദ്രന്മാരായാലും ഈ രാഷ്ട്ര സേവനത്തിനായി സ്വയം സമർപ്പിച്ച, പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ന് പ്രേരണ കാണുന്നത് സ്വാമി വിവേകാനന്ദൻ എന്ന നരോത്തമനിലായിരുന്നു. ആ യഥാർത്ഥ വാഗ്വൈഖരി ഗർജനം മുഴക്കുന്ന ആധുനിക നരസിംഹം, അതായിരുന്നു സ്വാമി വിവേകാനന്ദനെ പി കുഞ്ഞിരാമൻ നായർ വിവേകാനന്ദ പാറയിൽ എന്ന് പറയുന്ന കവിതയിൽ വിശദീകരിച്ചത്. ആ വർണ്ണനെ അവസാനിക്കുന്നിടത്ത് മഹാകവി പി പറയുന്നത്, ക്ഷണിക്കുവിൻ ആ ധീര യുവാവിനെ നിങ്ങളുടെ ജീവിത സൗധ ശിലാസ്ഥാപനത്തിന് എന്നാണ് പറയുന്നത്. ഓരോ യുവാവും സ്വാമി വിവേകാനന്ദനെ ക്ഷണിക്കുക, ആ ധീര യുവാവിനെ ക്ഷണിക്കുക, വാഗ്വൈഖരി ഗർജനം മുഴക്കുന്ന നരസിംഹത്തെ ക്ഷണിക്കുക നമ്മുടെ ജീവിത സൗധത്തിൻ്റെ ശിലാസ്ഥാപനത്തിന്. അങ്ങനെയുള്ള ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ തയ്യാറെടുത്തു വരികയാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരതത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയരാൻ പോകുന്ന 1,00,000 യുവാക്കളെ, അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് 100 യുവാക്കളെ തരൂ എന്നായിരുന്നു. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തിലെ യുവാക്കളോട് പറയുന്നത്, നിങ്ങളിൽ നിന്ന് 1,00,000 പേരെ എനിക്ക് വേണം. വിദ്യാഭ്യാസ മേഖലയിലായാലും കലയുടെയും സാഹിത്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കൃഷിയുടെയും ഇനി രാഷ്ട്രീയത്തിൻ്റെയും മേഖലയിൽ നേതൃത്വം കൊടുക്കാൻ പോകുന്ന വിവേകാനന്ദ സദൃശന്മാരായ 1,00,000 ആളുകളെ വേണം. അത് നമ്മുടെ ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് അനേകം പരീക്ഷണങ്ങൾ, പരീക്ഷകൾ, പ്രസന്റേഷനുകളൊക്കെ നടത്തി ഏതാണ്ട് 1,00,000 പേരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും ലക്ഷക്കണക്കിന് ആൾക്കാർ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ ഭാരതം മുന്നോട്ട് പോകുന്നു. ഈ അമൃതകാലത്തിൻ്റെ പുണ്യമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് വിവേകാനന്ദ ജയന്തിയുടെ അന്ന് അമൃതകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഭാരതം അത്തരം ശുഭോദർക്കമായ
ആശാവഹമായ പ്രതീക്ഷാനിർഭരമായ ഒട്ടനവധി ദൃശ്യങ്ങൾ കാണുകയാണ്. ഇന്ന് ശാസ്ത്രമേഖലയിലുള്ള ഭാരതത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ നിമിഷത്തിന് കാത്തിരിക്കുകയാണ് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ അന്നേ പറഞ്ഞിരുന്നു ഭാരതത്തിൻ്റെ ശാസ്ത്രമേഖല പുരോഗമിക്കണം, വ്യവസായത്തിൻ്റെ മേഖല പുരോഗമിക്കണം എന്ന്. നിക്കോളാസ് ടെസ്ലയൊക്കെ ആയിട്ട് അദ്ദേഹം നടത്തിയ ആ സംഭാഷണങ്ങളിൽ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു. അവിടേക്ക് രംഗത്തേക്ക് ഇറങ്ങേണ്ട ഭാരതീയ യുവാക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇന്ന് എല്ലാ മേഖലയിലും സ്ഫടിക സ്ഫുടം ചെയ്ത സ്വച്ഛ മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായ കരുത്തിനെ ഉള്ളിൽ പേറുന്ന യുവാക്കളുടെ ആവശ്യമുണ്ട് എന്നാണ് ഇന്ന് നമ്മളെ നയിക്കുന്ന നരേന്ദ്രൻ പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ മാത്രം ബന്ധപ്പെട്ടവരെ അല്ല അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്, ഭാരതത്തിലെ മുഴുവൻ യുവാക്കളോടും ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ എല്ലാം ഒരു ആശയത്തിൻ്റെ തുടക്കം, പ്രേരണ ലഭിച്ചു തുടങ്ങിയത് സ്വാമി വിവേകാനന്ദനിൽ നിന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദിനം നമുക്ക് സ്വയം നമ്മളെ ഓരോരുത്തരെയും അർപ്പിക്കേണ്ടതുണ്ട്. ഒരു പുനരർപ്പണത്തിൻ്റെ ദിനം കൂടിയാണ്. ഓരോരുത്തർക്കും അതിൻ്റെ ചുമതലയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആധ്യാത്മികതയുടെ ആ വലിയൊരു ആണവ ബോംബായി മാറാം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ടായിരുന്നത്. സ്വയം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ്, ഞാൻ ഈ സാധനയെല്ലാം അനുഷ്ഠിച്ച് ആധ്യാത്മികതയുടെ കരുത്താർജിച്ച് ലോകത്തിൻ്റെ മേലെ ഒരു ആധ്യാത്മികതയുടെ ഒരു സ്ഫോടക വസ്തു പോലെ പൊട്ടിച്ചിതറും. അതിൻ്റെ സ്ഫുലിംഗങ്ങൾ, പ്രകാശത്തിൻ്റെ ഊർജ്ജരേണുക്കൾ ലോകത്തിൽ മുഴുവൻ പതിക്കും. ലോകത്തെ മുഴുവൻ ആധ്യാത്മികതയിൽ ആപ്ലാവനം ചെയ്യും, മുഴുക്കും ഞാൻ. ഇതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ സങ്കല്പം. അങ്ങനെയുള്ള യുവാക്കളുടെ സൃഷ്ടിയാണ് ആവശ്യം. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ചോദ്യം വളരെ ശരിയാണ്. ഇന്ന് ആ നിലയിലുള്ള ഒരു കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശ്രീ നന്ദകുമാർ, എത്ര നേരം വേണമെങ്കിലും പ്രജ്ഞാപ്രവാഹം കേട്ടുകൊണ്ടിരിക്കാൻ കഴിയും. ഒറ്റ ചോദ്യം കൂടി. കാര്യം ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുന്നു. തലസ്ഥാനത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പഥസഞ്ചലനം ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പുഷ്പാർച്ചനയ്ക്ക് ഒരുങ്ങുന്നു. ഒരൊറ്റ ചോദ്യം കൂടി പെട്ടെന്ന്. സ്വയം വെങ്കല പ്രതിമയാകാൻ മോഹിക്കുന്ന ചിലർ തുടങ്ങി ചില നവബുദ്ധിജീവികൾ വരെ സനാതനധർമ്മത്തിന് പുത്തൻ വ്യാഖ്യാനവുമായി വരുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ ദിനത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടിലുള്ള ആ സനാതനധർമ്മം എന്താണ്, സനാതനധർമ്മം എന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റു പരിപാടികളിലേക്ക് കടക്കാം. ശ്രീ നന്ദകുമാർ. സ്വാമി വിവേകാനന്ദൻ തന്നെ അത് വ്യക്തമായി നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്തവണ്ണം അസന്നിഗ്ധമായി അദ്ദേഹം 1893 മുഴുവൻ ലോകത്തോടായിട്ടും പ്രഖ്യാപിച്ചു, അതിതാണ് മതങ്ങളുടെ മാതാവായ ഹിന്ദു മതത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ പ്രസംഗം, വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സനാതനധർമ്മം എന്നത് ഹിന്ദുധർമ്മം തന്നെയാണ്. ആ ഹിന്ദുധർമ്മം ആധുനിക കാലത്ത് ഭാരതത്തിൻ്റെ പ്രശ്നങ്ങളെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പോന്ന ഒന്നാണ് ആ സനാതനധർമ്മം എന്ന് അദ്ദേഹം ഒരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ ഭാരതീയർ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന പൊതുപ്രസംഗമായ ലാഹോർ പ്രസംഗത്തിൽ, ലാഹോറിലെ സിഖ് സമുദായ അംഗങ്ങൾ തിങ്ങിക്കൂടിയ സഭയിൽ അദ്ദേഹം ഗുരുഗോവിന്ദ സിംഹനെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന് കൊടുത്തിട്ടുള്ളൊരു ചെറിയ തലക്കെട്ട് ദെൻ ആൻഡ് ദെൻ അലോൺ യു ആർ എ ഹിന്ദു എന്നതാണ്. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. തീയുണ്ടകളപ്പോന്ന ആ വാക്കുകൾ അത് പറയുന്നത് ദെൻ ആൻഡ് ദെൻ അലോൺ യു ആർ എ ഹിന്ദു വെൻ ദ വെരി നെയിം സെൻസ് ത്രൂ യു എ ഗാൽവനിക് ഷോക്ക് ഓഫ് സ്ട്രെങ്ത്. ഹിന്ദു എന്ന നാമം കേൾക്കുന്ന മാത്രയിൽ ശിരാപടലങ്ങളിലൂടെ ഒരാലക്തിക ആഘാതം കടന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ, കരുത്തിൻ്റെ ആലക്തിക ആഘാതം, ഒരു ഇലക്ട്രിക് ഷോക്ക് കടന്നു പോകുന്നെങ്കിൽ മാത്രമേ ദെൻ ആൻഡ് ദെൻ അലോൺ യു ആർ എ ഹിന്ദു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, അശരണരായ ദീനതയെ അനുഭവിക്കുന്ന ഭാരതത്തിലെ ഹിന്ദുക്കളെ കാണുമ്പോൾ സ്വസഹോദരങ്ങളാണ് വേദനിക്കുന്നത് എന്ന് തോന്നാനുള്ള വിവേകം നിങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഹിന്ദു ആകുന്നുള്ളൂ. അപ്പോൾ താനൊരു ഹിന്ദുവാണ് എന്നും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് മതങ്ങളുടെ മാതാവായ ഹിന്ദുധർമ്മത്തെ ആണെന്നും പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ സനാതനധർമാനിയായി ആയിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുടെ ബുദ്ധി ഏതൊരു തലത്തിലുള്ളതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശ്നം
ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ഈ സനാതന ധർമ്മത്തെ, ഹിന്ദുധർമ്മത്തെ തകർക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ മനസ്സിൽ സനാതന ധർമ്മ സംബന്ധിയായ വിഷയങ്ങളിൽ ആശങ്ക ജനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് സനാതന ധർമ്മത്തെ അവഹേളിച്ച് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് രോഗാവസ്ഥയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇത് ഡെങ്കു ആണ്, ഇത് പ്ലേഗ് ആണ് എന്നൊക്കെ. അത് മനസ്സിൻ്റെ വൈകൃതം ത്തെയാണ് അത് പ്രതിഫലിപ്പിച്ചത് ആ നേതാവിൻ്റെ. ഇപ്പോഴിതാ നമ്മൾ കേൾക്കുകയാണ്, ശ്രീനാരായണ ഗുരുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, സനാതന ധർമ്മം അത് അതിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു എന്ന്. പിന്നെ എന്തായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ? പിന്നെ എന്തായിരുന്നു സ്വാമി വിവേകാനന്ദൻ? പിന്നെ എന്തായിരുന്നു മഹർഷി അരവിന്ദൻ? പിന്നെ എന്തായിരുന്നു ദയാനന്ദ സരസ്വതി? വേറെന്താണ് അവരൊക്കെ നമ്മളോട് പറഞ്ഞത്? ഈ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ അവസാന കാലത്തെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായി കണക്കാക്കപ്പെടുന്ന ശ്രീനാരായണ സ്മൃതി എഴുതിയത്. ആ ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം ഭാരതത്തിലെ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ആധുനികകാല സ്മൃതിയാണ്. യാജ്ഞവൽക്യ സ്മൃതിയുടെ, ദേവല സ്മൃതിയുടെ, മനുസ്മൃതിയുടെ തുടർച്ചയായി ഭാരതത്തിൻ്റെ ശ്രുതി സ്മൃതി പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് എഴുതിയത്. പക്ഷേ എന്തോ ഈ ഇടതുപക്ഷ കണ്ണടയിലൂടെ നോക്കുന്ന ആൾക്കാർ, പ്രത്യയശാസ്ത്രത്തിൻ്റെ മഞ്ഞക്കാമല ബാധിച്ച കണ്ണുകളിലൂടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവര് ആ ശ്രീനാരായണ സ്മൃതിയെയോ ശ്രീനാരായണന്റെ സനാതന ധർമ്മ അനുശാസനങ്ങളെയോ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ അദ്ദേഹം അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് സനാതന ധർമ്മം അശ്ലീലമാണെന്ന് പറയാനുള്ള അവിവേകം പോലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഭാരതം, ഭാരതീയർ, കേരളം, കേരളീയർ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഭാരതത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സ്വാമി വിവേകാനന്ദനിലേക്കും മഹർഷി അരവിന്ദനിലേക്കും ശ്രീനാരായണ ഗുരുദേവനിലേക്കും മഹാത്മാ അയ്യങ്കാളിയിലേക്കും ചട്ടമ്പി സ്വാമി തൃപ്പാദങ്ങളിലേക്കുമൊക്കെ തിരിഞ്ഞു പോകാൻ ഈ വിമർശനങ്ങൾ സഹായിക്കുമെങ്കിൽ ഒരർത്ഥത്തിൽ അവരോട് നന്ദി കൂടി പറയേണ്ട ഒരു സന്ദർഭമാണ്. സ്വാമി വിവേകാനന്ദൻ പ്രതിദാനം ചെയ്തത് തുടക്കം മുതൽ അവസാനം വരെ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പരിശ്രമിച്ചത് ഈ സനാതന ധർമ്മം അഥവാ ഹിന്ദുധർമ്മത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കേവലം ഒരു മതപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ളത് മാത്രമായിരുന്നില്ല, അത് മൊത്തം സമൂഹത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാരതത്തിൻ്റെ കുതിച്ചു മുന്നേറ്റത്തിന് സഹായകരമായൊരു ദർശനം എന്ന നിലയിലാണ് സ്വാമി വിവേകാനന്ദൻ ആ വസ്തുതകളെല്ലാം പറഞ്ഞത്. അതാണ് വരും കാലത്തേക്കുള്ള നമ്മുടെ നീക്കുവയ്പ്, വരും കാലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ നിക്ഷേപമാണ് അത്. ആ അനർഘമായ നിക്ഷേപത്തെ, ആ ഖനിയെ, ആ നിധിയെ തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അല്ലാതെ ഈ കൂട്ടരൊക്കെ പറയുന്നത് പോലെ സനാതന ധർമ്മത്തെ തെറ്റായ വിധത്തിൽ ധരിക്കാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ മധുരമുള്ള ആ കാമ്പ് വലിച്ചെറിഞ്ഞ് തൊലി ചവച്ച് രുചിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാകും. ആ കാമ്പ് എന്താണ്, മധുരമുള്ള ആ കാമ്പ് എന്തെന്ന് തിരിച്ചറിയാൻ സ്വാമി വിവേകാനന്ദനിലേക്ക്, ശ്രീനാരായണ ഗുരുദേവനിലേക്ക്, ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനം പോലും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രാരംഭത്തിന് പോലും കാരണക്കാരനാണ് സ്വാമി വിവേകാനന്ദൻ എന്ന് ഞാനിവിടെ ആനുഷംഗികമായി പരാമർശിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഡോക്ടർ പൽപ്പുവിലൂടെ പൽപ്പു സമീപിച്ചു വിവേകാനന്ദനെ, എന്താണ് എൻ്റെ സമുദായത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന്. അന്ന് സ്വാമി വിവേകാനന്ദൻ ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞത്, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരുനാഥനെ, ഈ ധർമ്മത്തിൻ്റെ യഥാർത്ഥ വക്താവിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിക്കൂ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന്. ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് കുമാരനാശാനും വിവേകാനന്ദനെ ആരാധിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് വിവേക എന്ന നാമം സ്വീകരിച്ചുകൊണ്ടുള്ള മാസികയും പ്രസിദ്ധീകരണവും വിവേകോദയവും ഒക്കെ ആരംഭിച്ച് മുന്നോട്ട് പോകാൻ ആ പ്രസ്ഥാനം തയ്യാറായത്. ഏതായാലും ഈ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാമി വിവേകാനന്ദൻ പ്രതിദാനം ചെയ്ത, ശ്രീനാരായണ ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു തന്ന ആ വേദോപനിഷത്ത് ഉക്തിയിൽ അതിനെ അടിത്തറയാക്കിക്കൊണ്ട് വളർന്ന ആ വലിയ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആർത്ഥികമായി, സാമ്പത്തികമായി, ഭൗതികമായി പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അടിത്തറയായ ആധ്യാത്മികത കൂടി ഉണ്ടാവണം. സനാതന ധർമ്മത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്
നമുക്ക് ഭൗതികമായി പുരോഗമിക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ ഭാരതമായി നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. അതാണ് ഏവരും ഇന്ന് സ്വപ്നം കാണുന്നത്, നമ്മുടെ നേതൃത്വം സ്വപ്നം കാണുന്നത്. ഋഷി മഹേശ്വരന്മാർ നമ്മുടെ മുന്നിൽ തപസ്സുപോലെ വെച്ചുപോയിട്ടുള്ളത് ആ വലിയ നിധി നിക്ഷേപത്തെയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വളരെയധികം നന്ദി ശ്രീ ജെ നന്ദകുമാർ. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ് അന്ന് സ്വാമി നടത്തിയ പ്രസംഗം നമുക്ക് ഒരിക്കൽ കൂടി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് കേരള, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് ഭാരത് അവർക്കായി തുടരെ കേൾപ്പിക്കാം. അതിൽ നിന്ന് ബുദ്ധി ഉണരുമെങ്കിൽ എന്തായാലും ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ന് പുലർച്ചെ മാത്രം ഡൽഹിയിലെത്തിയ അങ്ങ് രാവിലെ ജനൻ ടി വിക്കായി, ജനൻ ടി വി പ്രേക്ഷകർക്കായി സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദി. സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങൾ നമുക്കും വഴികാട്ടിയാവട്ടെ. നമസ്തേ.